ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിന്റെ ഡബ്ബിംഗ് പൂർത്തിയായി. മമ്മൂക്ക ആദ്യമായി ഗൗതം വാസുദേവ് മേനോനുമായി ഒന്നിക്കുന്ന കോമഡി ഇൻവെസ്റ്റിഗേഷൻ സിനിമയായ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് റിലീസിന് തയ്യാറെടുക്കുകയാണ്. ഇതൊരു പിങ്ക് പാന്തർ സ്റ്റൈൽ ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമയായിട്ടാണ് ഒരുക്കുന്നതെന്ന് ഗോകുൽ സുരേഷ് പറഞ്ഞിരുന്നു. 2006 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ കോമഡി മിസ്റ്ററി സിനിമയാണ് ദി പിങ്ക് പാന്തർ. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മമ്മൂക്ക ഇതിന്റെ ഡബ്ബിംഗ് കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കി. സിംഗ് സൗണ്ടിലാണ് സിനിമ ഒരുക്കിയത്. എന്നാൽ പുറത്തിറങ്ങിയ ടീസറിലെ സൗണ്ട് ക്വാളിറ്റിക്ക് ആരാധകരിൽ വിമർശനമുണ്ടായിരുന്നു. അത് പരിഗണിച്ചായിരിക്കണം ഡബ്ബിംഗ് നടത്തിയത്. മമ്മൂക്കയുടെ ശബ്ദത്തിന് ഏറെ ആരാധകരുള്ളപ്പോൾ സിംഗ് സൗണ്ടിലെ റെക്കോർഡിംഗ് ചിലപ്പോഴൊക്കെ നെഗറ്റീവ് ആകാറുണ്ട്. നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ജനുവരി 23 റിലീസാകും. അതേസമയം എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുന്ന ജിതിൻ കെ ജോസ് മമ്മൂക്ക പടത്തിൽ മുൻപ് കേട്ടതുപോലെ യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി ഒരുക്കിയ സിനിമയാണത്. 20 പ്രായപൂർത്തിയായ വിവാഹം കഴിക്കാത്ത യുവതികളെ കൊലപ്പെടുത്തിയ സയനൈഡ് മോഹനന്റെ ജീവിതം വെള്ളിത്തിരയിലേക്ക് എത്തുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഇത് പെർഫെക്റ്റ് ആയി തന്നെ വന്നിട്ടുണ്ട്. മമ്മൂക്കിൽ നിന്ന് ആരും പ്രതീക്ഷിക്കാത്തൊരു റോൾ തന്നെയാകും ഇത്. പുതിയ സിനിമയിൽ മമ്മൂക്ക വലിയ സ്ത്രീ പീഡകനും കൂടിയായ വില്ലനാണ് എന്ന് ഇതിനോടകം ജോൺ ബ്രിട്ടാസ് വെളിപ്പെടുത്തിയിരുന്നു. സാമ്പത്തികമായി താഴെ നിൽക്കുന്ന കുടുംബങ്ങളിലെയോ വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്നതോ ആയ സ്ത്രീകളെ പ്രണയം നടിച്ച് പരിചയപ്പെട്ടതിന് ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് സയനൈഡ് മോഹനന്റെ രീതി. തുടർന്ന് വിനോദയാത്രയ്ക്കായി ഇറങ്ങും. ഗർഭം ധരിക്കാൻ സാധ്യതയുണ്ടെന്ന് അവരെ വിശ്വസിപ്പിച്ച് ഗർഭനിരോധന ഗുളികകളിൽ സയനൈഡ് പുരട്ടി നൽകിയാണ് മോഹൻ കൊല നടത്തുക. 2003-2009 കാലയളവിൽ 4 മലയാളികളടക്കം 20ഓളം യുവതികളെയാണ് സയനൈഡ് നൽകി കൊന്നത്. കരിയർ അവസാനിക്കുമ്പോൾ ഇതേപോലെ പീക്ക് ക്യാരക്ടേഴ്സും സിനിമയും കൊണ്ട് മമ്മൂക്ക നിറഞ്ഞു നിൽക്കും എന്നാണ് ആരാധകർ പറയുന്നത്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.